ഈ മച്ചുറുദിന്റെ കാര്യം പിന്നെ നോക്കാം. ആദ്യം ഈ ഹണിയെ വീട്ടിൽ നിന്ന് പുറത്താക്കണം. നല്ല ഹെയർ സ്റ്റൈൽ ആയിരുന്നു. ഇപ്പൊ കണ്ടില്ലേ നൂഡിൽസ് പോലെ ആക്കിയത്. പുറത്താക്കവരെ. പോപ്പട്ട്, നീ എന്തിനാ ചിറകുകൾ കൂർപ്പിക്കുന്നത്? നമ്മുടെ വീട്ടിൽ കത്തിയുണ്ടല്ലോ. ഇത് തക്കാളി മുറിക്കാൻ ഞാൻ കൂർപ്പിക്കുന്നതല്ല. ഇത് കൂർത്തിരിക്കുകയാണെങ്കിലേ എനിക്ക് ഉയരത്തിൽ പറക്കാൻ കഴിയും. സംശയമുണ്ടോ? അതാ കണ്ടില്ലേ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇരിക്കുന്നത്. വാവ്, ഇവിടെ രക്തം ഊറ്റി കുടിക്കാനായിട്ട് ഒരുപാട് വെറൈറ്റി ഉണ്ടല്ലോ. ഇന്നലെ ഞാൻ കണ്ടാമൃഗത്തിനെ കുത്തിയപ്പോ എന്റെ കൊമ്പ് ഒടിഞ്ഞുപോയി. ഇപ്പൊ എനിക്ക് സ്ട്രാ കൊണ്ട് വേണം രക്തം ഉറിഞ്ചി കുടിക്കാൻ. മാഡം, നിങ്ങൾ ഉണർന്നിരിക്കുമ്പോ തന്നെ വല്ല ദുസ്വപ്നവും കണ്ടായിരുന്നോ? ഇല്ല, ഞാനൊരു ദുസ്വപ്നവും കണ്ടില്ല. നമ്മുടെ ബോസ് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നമ്മുടെ പങ്ക് കുടിച്ചേക്കാം. ഞാൻ വീണ്ടും പോയി കുടിക്കാൻ പോവുകയാണ്. നല്ല ടേസ്റ്റ് ആണ്. മേഡം, മേഡം എന്ത് തെറ്റാ ചെയ്തേ? സ്വയം എന്തിനാ കൈക്കിട്ടടിക്കുന്നേ? അതൊന്നുമില്ല ഹണി, ഇവിടെ കൊതുകുകൾ കൂടുതലാണ്. ഈ ഹണി കുളിക്കത്തില്ലല്ലോ. ആ നാറ്റം കാരണം കൊതുകുകൾ വന്നതായിരിക്കും. ഇവനൊന്ന് മണത്തു നോക്കൂ, എന്നിട്ട് എന്റെ സോക്സ് മണത്തു നോക്കൂ. അവനെക്കാൾ ഈ സോക്സിന് മണമുണ്ടായിരിക്കും. ചെളിയിൽ നിന്നല്ലേ കൊതു ഉണ്ടാകുന്നത്. നമ്മുടെ ഹണിയുടെ തലനിറയാൻ ചെളിയല്ലേ? കൊതുക് കടിക്കുന്നുണ്ട്. ഞാൻ ടോർട്ടോയിസ് കൊളുത്താം. മേഡം, കൊതുകല്ലേ നിങ്ങളെ കടിക്കുന്നത്? പിന്നെ എന്തിനാ ടോർട്ടോയ്സിനെ കത്തിക്കാൻ പോകുന്നത്? അത് ഒട്ടും ശരിയല്ല. അവർക്കും കുടുംബമുള്ളതല്ലേ. എടാ ഹണി, ടോർട്ടോയ്സ് എന്ന് പറഞ്ഞാൽ കൊതുകുകളെ വിരട്ടുന്ന കോയില. അത് കത്തിച്ചു വെച്ചാൽ കൊതുക് വരില്ല. ജോർദാർ, നീ ഇപ്പൊ വളരെ ഫ്രീ ആണോ? ഒരിക്കലും അല്ല. പിന്നെ വെറുതെ ഹണിക്ക് ക്ലാസ് എടുത്ത് നിന്റെ സമയം എന്തിനാ പാഴാക്കുന്നത്? ഇത് ഞാൻ അനുവദിക്കില്ല. ആരാണ് നീ? കൊതുകാണ് ഞാൻ. ഈ തിരി കത്തിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഈ കോയിൽ കത്തിച്ചു വെച്ചില്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഞങ്ങളെ കടിച്ചുകൊണ്ടിരിക്കില്ലേ? അത് ശരിയാണ്. ഇത് വലിയ കൊതുകാണ്. ഇത് കടിച്ചാൽ മലേറിയ മാത്രമല്ല, ഡയറക്റ്റ് റാബീസ് തന്നെ വരും. സംശയമുണ്ടോ? സാധാരണ കൊതുകളെയൊക്കെ കൈയടിച്ച് കൊല്ലായിരുന്നു. ഇവറ്റകളെയൊക്കെ ഓടിച്ചിട്ട് കൊല്ലണം. നിങ്ങളുടെ മാഡത്തെ ഞാനാണ് കടിച്ചത്. എന്റെ ശരീരത്തിൽ ഓടുന്നത് ഇപ്പോൾ അവരുടെ രക്തമാണ്. ഞാൻ അവരുടെ അനന്തരാവകാശിയാണ്. അവരുടെ സ്വത്തിൽ പാതി എനിക്കും കൂടി അവകാശപ്പെട്ടതാണ്. നിങ്ങൾ 4 പേര് ഇവിടുന്ന് പുറത്തു പോകൂ. അങ്ങനെയാണെങ്കിൽ ഹണി ഞങ്ങളുടെ എല്ലാവരുടെയും സ്വത്തിന് അവകാശിയാണ്. കാരണം അവൻ സംസാരിച്ച് ഞങ്ങളുടെ എല്ലാവരും രക്തം ഊറ്റി കുടിക്കുകയാണ്. സംശയമുണ്ടോ? നീയാൾ കൊള്ളാലോ. ആരുടെ രക്തം കുടിക്കുന്നോ അവരുടെ വീട് നിനക്ക് സ്വന്തമാകുമെന്നോ? രക്തബന്ധത്തിലൂടെ തന്നെ ഞാൻ 600 ഏക്കർ സ്വന്തമാക്കിയിട്ടുണ്ട്. ഷാജഹാൻ ചക്രവർത്തി നേരത്തെ പോയി, അല്ലെങ്കിൽ താജ്മഹലും സ്വന്തമാക്കിയാനേ. എടാ, ഇത് മാഡത്തിന്റെ വീടായിരുന്നു, ഇനിയും അങ്ങനെ തന്നെയാണ്. മാഡം പോയി റെസ്റ്റ് എടുത്തോളൂ. ഇവരുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ഇവരെ കൈകാര്യം ചെയ്യേണ്ട വിധം വേറെയാണ്. ഇവനാ കൊതുകിനോടെന്തിനാ എത്ര അസൂയ? ഇവന്റെ വയറെന്തിനാ ഇങ്ങനെ കിടന്ന് എരിയുന്നത്? എടാ കഴുതേ, ഷോക്ക് അടിച്ചിട്ടാ അവൻ കത്തിയത്. എനിക്ക് അതല്ല, ഇതിൽ ഇത്ര ഷോക്കാവാൻ മാത്രം എന്തിരിക്കുന്നു എന്നാ. ഇവൻ നമ്മുടെ ബണ്ണിക്ക് 8ന്റെ പണി കൊടുത്തിരിക്കുകയാണ്. സംശയമുണ്ടോ? ഞാൻ പക്ഷിയാണ്, എനിക്ക് കറണ്ട് അടിക്കില്ല. ഞാൻ ഇവനെ ഒരു കൈ നോക്കാം. ഞാൻ മുമ്പേ പറഞ്ഞതല്ലേ പോപ്പട്ടിനെ സർവീസിന് അയക്കാൻ സമയമായെന്ന്. അവന്റെ സർവീസ് കഴിഞ്ഞിരുന്നെങ്കിൽ കൃത്യമായിട്ട് ബ്രേക്ക് ഇടായിരുന്നു. ഇത് ഞാൻ സമ്മതിക്കില്ല. എന്റെ കസേര നീ കത്തിച്ചു കളഞ്ഞു. എന്ത്? എന്റെ കസേരയുടെ പൈസ ഇല്ല.
എടാ മഷ്റുദ്ദീന, നീ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നത്? നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല ഈ ഹണി ഫ്രണ്ട് സോർദാർ. സോർദാർ, അവന്മാരെ കൊല്ലേ. അരേ ദാ, ഇപ്പൊ ശരിയാക്കി തരാം. ആ, ഇപ്പൊ എന്ത് ചെയ്യും? വാടാ, അവരെ പോയി കടിക്കാം. ബോസ് അങ്ങോട്ട് നോക്കിയേ. ഞാനൊരു ഐഡിയ പറയാം. ഈ പൂച്ചയെ വെച്ച് തന്നെ അവന്റെ സുഹൃത്തുക്കളെ നമുക്ക് തല്ലിക്കണം. ഈ മച്ചുറുദിന്റെ കാര്യം പിന്നെ നോക്കാം. ആദ്യം ഈ ഹണിയെ വീട്ടിൽ നിന്ന് പുറത്താക്കണം. നല്ല ഹെയർ സ്റ്റൈൽ ആയിരുന്നു. ഇപ്പൊ കണ്ടില്ലേ, നൂഡിൽസ് പോലെ ആക്കിയത്. പുറത്താക്കവരെ. മാഡം വീട്ടിനകത്ത് കൊതുകുകളുടെ കൂടെയാ. മാഡത്തെയും വീടിനെയും കൊതുകിൽ നിന്നും രക്ഷിക്കണം. എന്റെ അടുത്ത് ഉഗ്രൻ ഐഡിയ ഉണ്ട്. വീടിന്റെ പുറത്ത് നമുക്ക് ചവറുകൾ നിറയ്ക്കാം. അപ്പൊ അവന്മാര് പുറത്തു വരും. അപ്പൊ തന്നെ നമ്മൾ അകത്ത് കയറി ചെന്ന് കഥ കടക്കണം. പിന്നെ അവന്മാര് എത്ര കഥക് തട്ടിയാലും നമ്മൾ തുറക്കേ ചെയ്യരുത്. എടാ, കൊതുവിനെക്കാളും അല്പം ബുദ്ധിയുള്ള പൂച്ചേ, അത് ജനാലിൽ കൂടെ കടന്നു വരും. എന്റെ അടുത്ത് വേറൊരു പ്ലാനും കൂടി ഉണ്ട്. ഒരു പ്രാവശ്യം യാത്ര ചെയ്ത വിമാനത്തിന്റെ ടിക്കറ്റിനെ പോലും ഉപയോഗിക്കാൻ കഴിയും. പക്ഷെ നിന്റെ പ്ലാനിനെ ഒരിക്കലും ഉപയോഗിക്കാൻ കഴിയില്ല. സംശയമുണ്ടോ? ആദ്യം ഞാൻ പറയുന്നത് കേക്ക്. ഓഹോ, വീട് എന്തിനാ ഇത്ര വൃത്തിയേടാക്കിയത്? നിങ്ങൾ പെണ്ണുങ്ങൾക്ക് മേക്കപ്പിൽ താല്പര്യമുള്ള പോലെ തന്നെ ഞങ്ങൾ കൊതുകുകൾക്ക് വീട് വൃത്തിയാക്കുന്നതിലാണ് താല്പര്യം. ഓ, ഇത് എന്റെ വീടും കൂടിയാണ്. എനിക്ക് എപ്പോഴും ഇത് ക്ലീൻ ആയിരിക്കണം. നശിപ്പിക്കണം ഈ വീട്. ടിവിയും ഫ്രിഡ്ജും എല്ലായിടത്തും പുറത്തേക്ക് എറിയ. ചെളിവെള്ളം, പ്ലാസ്റ്റിക്, കുപ്പി എല്ലായിടത്തും അകത്തോട്ട് കൊണ്ടുപോവാ. ശരി. ഇനിയും ചപ്പച്ചവറുകൾ കൊണ്ടുവരൂ. വീട് മുഴുവൻ വൃത്തികേടാക്കൂ. എടാ എടാ എടാ, ആരടാ ഈ പഴത്തൊലി എന്റെ തലയിലേക്ക് എറിഞ്ഞത്? ആരടാ ഈ വീട് മുഴുവൻ വൃത്തികേടാക്കിയത്? അത് അവനാണ് നമ്മുടെ രണ്ടുപേരുടെയും വീട് വൃത്തികേടാക്കിയത്. നിന്നെ ഞാൻ വെറുതെ വിടില്ല. വിടുന്നേ. സുഹൃത്തുക്കളെ, എന്റെ ഐഡിയ എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് കണ്ടില്ലേ? നിന്റെ ഐഡിയ നല്ലപോലെ വർക്കൗട്ട് ആവുന്നുണ്ട്. പക്ഷെ അതാ കൊതുകുകൾക്കാണെന്ന് മാത്രം. നീ കാരണം ഈ പാവം 8 കാലിയും നമ്മുടെ വീട്ടിന്റെ പുറത്തായി. സംശയമുണ്ടോ? നിങ്ങളുടെയൊക്കെ കയ്യിലിരിപ്പ് കാരണം ഞാനിപ്പോ വീടില്ലാത്തവനായി. അതെന്താ വീടില്ലാതെ പോയത്? നീ ഒരു സ്പൈഡർ അല്ലേ? നിനക്ക് വീണ്ടും ഒരു വീടുണ്ടാക്കാൻ എളുപ്പമല്ലേ? പക്ഷേ ഹണി, നിന്റെ പ്ലാൻ പരാജയപ്പെട്ടല്ലോടാ. ഇവരുടെ പ്ലാൻ എന്തെങ്കിലും വിജയിക്കുകയാണെങ്കിൽ അന്ന് ഞാൻ 100 കാന്താരി മുളകുകൾ കഴിക്കുന്നതായിരിക്കും.
എന്റെ കയ്യിൽ വേറെ ഒരു പ്ലാൻ കൂടി ഉണ്ട്. ഇവന്റെ കയ്യിൽ പ്ലാൻ ഉണ്ട്, കൊതുവിന്റെ കയ്യിൽ വീടുണ്ട്. ആർക്ക് ഏത് അർഹിക്കുന്നില്ലയോ അവർക്ക് ഈ ദൈവം ഇതെല്ലാം കൊടുക്കുന്നത് എന്തിനാണ്? കഴിഞ്ഞല്ലോ, ഇനി പ്ലാൻ പറയട്ടെ. നിങ്ങൾ ആരാണ് സാർമാരെ? ബാങ്കുകാരാണ്. സാർ അങ്ങോട്ട് ഇരിക്കൂ. ഇരുന്ന് കളയല്ലേ. നിങ്ങൾ എവിടെയാണോ ഇരിക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെയാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഞങ്ങൾ ഇരിക്കാൻ വന്നതല്ല, ഞങ്ങൾക്ക് അല്പം തിരക്കുണ്ട്. ഞാൻ കേട്ടല്ലോ ഈ വീടിന്റെ പാതി താങ്കൾക്കാന്ന്. എന്നാൽ ഈ വീടിന്റെ പേരിൽ 5 കോടി ലോൺ ഉണ്ട്. 2.5 കോടി കിട്ടി, ബാക്കി 2.5 കോടി ഉണ്ട്. അത് പെട്ടെന്ന് ഇങ്ങ് തരൂ. 2.5 കോടിയോ? സാറേ, 4 ദിവസത്തെ ജീവിതമുള്ളൂ ഞങ്ങൾക്ക്. 2.5 കോടി എവിടെ എടുത്തിട്ടുണ്ട് തരാനാ? എന്നാൽ നിങ്ങൾ ജയിലിൽ പോകേണ്ടി വരും. പോലീസുകാരുടെ ശിക്ഷ അനുസരണം നിങ്ങളെ ഗ്യാങ്ങിനെയും വല്ല റിയാലിറ്റി ഷോ നടക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വിടും. അവിടെ ആവശ്യമില്ല ജനങ്ങൾ ക്ലാപ്പടിക്കുമ്പോ അതിന്റെ ഇടയിൽ ചെന്ന് പെടുമ്പോ മനസ്സിലാകും അന്യന്റെ സ്വത്ത് ആഗ്രഹിക്കരുതെന്ന്. സാറേ, പോലീസുകാരോട് പറയല്ലേ, ഞങ്ങൾ ഇവിടുന്ന് പോയിക്കോളാം. എവിടെയെങ്കിലും പോയി വല്ലോ ഡസ്റ്റ് ബിന്നിലും ജീവിച്ചോളാവേ. താങ്ക് യു. നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെ ശല്യം ചെയ്തിരുന്ന ആ കൊതുകുകളെ ഇവിടെ നിന്ന് വിരട്ടി ഓടിച്ചു. ഐ ലവ് യു. പോപ്പട്ടെ, ഹണിയുടെ പ്ലാൻ വർക്കൗട്ട് ആയി. ഇനി നീ 100 കാന്താരി മുളക് കഴിക്കണം. ഇല്ല.